ഇത് കാണുന്നവര് ഈ സർക്കിൾ ഇൻസ്പെക്ടറും ഭാര്യയെ അറിയാൻ വേണ്ടി ഇതൊന്ന് തീർച്ചയായും ഷെയർ ചെയ്യണം. സർക്കിൾ ഇൻസ്പെക്ടറിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഒരു കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ആളെയോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയെ കുറിച്ചോ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് അവരോട് ഞാൻ അവരറിയാനും അവരെ അറിയിക്കാനും വേണ്ടിയാണ് അവരുടെ പേരൊന്നും പറയാത്ത എൻ്റെ ഒരു മര്യാദ അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് മാത്രം. ഇത് എന്താന്ന് വെച്ചാൽ ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യയുടെ അമ്മയെ കൊണ്ടുപോയി ഇവിടെ ഒരു 1.5 വർഷമായി കൊണ്ടുപോയി ഇവിടെ ഒരു വീട്ടിൽ കൊണ്ടുപോയി കടത്തിയേക്കുവാണ്. ആ സ്ത്രീ ആണെങ്കിൽ കുളിച്ചിട്ട് തന്നെ 3-4 മാസങ്ങളായി. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരാഴ്ച മുമ്പാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു സംഭവം അറിയണത്. ഒരാഴ്ചയായിട്ട് അതിന്റെ ഭക്ഷണവും ചായയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കണേ ഞാനാണ്. ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് ഈ പറഞ്ഞ സ്ത്രീയുടെ മകള് വന്ന് ഉച്ചയ്ക്ക് ഒരു ശകല ചോറ് മേടിച്ച് കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇതൊരു വാണിംഗ് ആയിട്ട് മാത്രം കൂട്ടുക. നമ്മുടെ ഒരു മര്യാദ നിങ്ങളെ കുറിച്ചൊന്നും പുറലോകം അറിയണ്ടെന്ന് ഓർത്തോണ്ട് നിങ്ങൾ പക്ഷെ ഇത് തീർച്ചയായിട്ടും അറിയാം. നോക്കുക, ആ അമ്മയുടെ വാക്കുകളും കൂടെ നിങ്ങളൊന്ന് കേട്ടിട്ട് പോവുക. ഞാനൊരു കഞ്ചാവ് അടിച്ച് കിടക്കണാണ്, ഇവിടെ വന്നിട്ട് പോണവൻ കൊന്നിട്ട് പോകുമെന്നൊക്കെയാണ് ഈ പറഞ്ഞേക്കണേ മകള് വന്ന് ഈ അമ്മയോട് വന്ന് പറഞ്ഞിട്ട് പോയേക്കണേ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കാണുക. അടുത്ത വന്നത് മുടി കെട്ടിയല്ല, മുടി അഴിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിലും ഈ പറഞ്ഞ ഭാര്യ ആണെങ്കിലും എല്ലാവരെയും അറിയിച്ച് തന്നെ ഞാൻ ചെയ്തിരിക്കും. ഇതിന് ഉടനടി തീരുമാനം ഉണ്ടാക്കിയിരിക്കണം. ഇവരുടെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഇവർക്ക് ചെയ്തു കൊടുക്കണം. ആരെങ്കിലും ഒരാൾ നോക്കാനില്ലാണ്ട് അവിടെ ഒരു സ്ത്രീ, ഈ 75 വയസ്സായ സ്ത്രീക്ക് നടക്കാൻ പോലും പറ്റില്ലാത്ത ആൾക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇതും കൂടെ ഈ സ്ത്രീയും കൂടെ ഒരു സംസാരം കൂടെ കേട്ടിട്ട് ഇതൊന്ന് പറപ്പിച്ച് വിട്ടേരെ അവരൊന്ന് കാണാൻ വേണ്ടി. അമ്മയ്ക്ക് എത്ര വയസ്സായി ഇപ്പം? 73. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ കൊണ്ടുപോയി, അല്ലെ എത്ര ആളായി ഇപ്പൊ ഇവിടെ കൊണ്ടുപോയി തട്ടിയിട്ട്? 1 കൊല്ലം 6 മാസം. 1 കൊല്ലം 6 മാസമായി. ആ സ്വന്തം മോള്, അമ്മ നൊന്ത് പ്രസവിച്ച മോളല്ലേ? ആ മോളുടെ ഭർത്താവിന് എന്നാ ജോലി? സർക്കിൾ ഇൻസ്പെക്ടർ. സർക്കിൾ ഇൻസ്പെക്ടറാ. കാശില്ലാത്തവരല്ലേ? ആ ഇഷ്ടം പോലെ കാശുണ്ട്. അമ്മയ്ക്കും അത്യാവശ്യം സ്ഥലമൊക്കെ കിടപ്പില്ലേ? അതൊന്നാ കൊടുത്തിട്ടെന്നാ എവിടെയെങ്കിലും വല്ല അനാഥാലയത്തിലും കൊണ്ടിടാൻ പാടില്ലേ? അവർക്ക് നോക്കാൻ സമയമില്ല. ഇവിടെ ആരും ഇല്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ കിടക്കണം. എനിക്ക് നടക്കാൻ പറ്റില്ല, നടക്കണേലും പറ്റില്ല. എത്ര ആള് പട്ടിണി കിടന്നു? 5-6 മാസമായി. എന്തെങ്കിലും വെള്ളം കുടിച്ചു പോകണു അല്ലേ? ഇപ്പൊ ഞാൻ വെള്ളം കൊണ്ടുപോയി തന്നു. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഞാൻ ഭക്ഷണം കൊണ്ടുപോയി തരുമ്പം അവര് പറഞ്ഞു തന്നെയാന്ന് മകള് പറഞ്ഞേ, കഞ്ചാവ്. കഞ്ചാവാണ്, കൊന്നിട്ടിട്ട് പോകും അല്ലേ? ഒരു മനുഷ്യൻ വെള്ളം കൊടുക്കണവനെയും കൂടെ കൊടുക്കാൻ സമ്മതിക്കില്ല. സ്വന്തം അവളോട്ട് വാങ്ങി തരുവില്ല, കൊടുക്കണില്ല. എനിക്ക് ജീവനുള്ളത്, എനിക്ക് വെള്ളം കുടിക്കണ്ടേ? അപ്പൊ ഞാൻ ഇങ്ങനെ കാണുന്നവരോടൊക്കെ ചോദിക്കും. ഞാൻ അറിഞ്ഞില്ല, ഞാനിപ്പോ ഈ ഒരാഴ്ച അറിഞ്ഞു. ഇത് ഞാൻ ചിന്തിക്കണല്ല, നേരെ നിക്കാൻ പറ്റണില്ല. ഇപ്പൊ ഞാൻ അമ്മ ഈയുടെ മുഖം കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവർ ഈ വീഡിയോ കാണും, കണ്ടിട്ട് ഇതിന് തീരുമാനം ഉണ്ടാവണം. അവർക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും പൈസ കൊടുത്ത് ഇവിടെ നിർത്താം. കാശില്ലാത്തവരല്ല, ഇഷ്ടം പോലെ കാശുണ്ട്. അവർക്ക് എന്താ തന്റെ ഒരു കുറവില്ലല്ലോ, അവർക്ക് എന്നെ നോക്കാൻ പറ്റില്ല. ഇല്ല, വന്യ ആളുകളെ കുറ്റം പറഞ്ഞ് ഓടിക്കണ്ടല്ലോ. ഇല്ല. അപ്പൊ ഇതിന് തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ വൈകുന്നേരം ഞാൻ ചായ മേടിച്ചോണ്ട് വരാം.